2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ഏത്? ഉത്തരം ട്രിയോണ്ട. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കെ.പി. ശങ്കരൻ. 2025 പുരുഷ വിഭാഗം IPL ക്രിക്കറ്റിലെ ജേതാക്കളാര്? ഉത്തരം ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ്. 2019 പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ദളിത് നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ വിസ്മൃത നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കുറുമ്പൻ ദൈവത്താൻ. പട്ടാള സേവനം അവസാനിപ്പിച്ച് സമുദായ സേവനത്തിനിറങ്ങിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അക്കാമ ചെറിയാൻ. ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ. ഉത്തരം ഡൽഹി. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ദൗത്യമേത്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മറക്കരുത്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ഉത്തരം ഹെൻറി മോസ്ലി. സിക്കിമിനെയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഓർക്കുക, സിക്കിമിനെയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചോദ്യം. ഉത്തരം നാദുല ചുരം. നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. ഉത്തരം സൈലന്റ് വാലി. കേരള സർക്കാരിൻ്റെ രോഗി സൗഹൃദ ആശുപത്രി സംരംഭം ഏത്? ഉത്തരം ആർദ്രം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 368. ഇന്ത്യയുടെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉത്തരം സുകുമാർ സെൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം പനത്തടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഉത്തരം കല്ലട. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. ഉത്തരം കൊല്ലം. ദേശീയഗാനം ആലപിക്കാനെടുക്കുന്ന സമയം. ഉത്തരം 52 സെക്കൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഉത്തരം ഫ്രാൻസ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം രാജീവ് ഗാന്ധി. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെ അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം അനുച്ഛേദം 25 മുതൽ 28 വരെ. മീനാക്ഷി കല്യാണം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല ഏത്? ഉത്തരം പാലക്കാട്. പൂതന കൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യൻ. ഉത്തരം കലാമണ്ഡലം കൃഷ്ണൻ നായർ. ജലത്തിൻ്റെ താത്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏത്? ഉത്തരം കാൽസ്യം ബൈകാർബണേറ്റ്. ഇന്ത്യയിൽ അങ്കണവാടികൾ ആരംഭിച്ചത് എന്ന്? ഉത്തരം 1975 ഒക്ടോബർ 2. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്.
ഇരുട്ടിൽ കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം? ഉത്തരം ചൈന. രാജ്യത്തെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം എവിടെയാണ്? ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം രാജ്യത്തെയാണ്. ഉത്തരം ഗോവ. മലബാറിലെ മാപ്പിളലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രഗത്ഭനായ മലബാർ കളക്ടർ? ഉത്തരം വില്യം ലോഗൻ.